അവർ തന്നെയാണോ ഇതിനുള്ളിൽ പെട്ടിരുന്നത് എന്നതാണ് ഇനി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത്. ഇവിടെ നിന്ന് കാഷ്വാലിറ്റിയിലേക്കാണ്. അതാണ് ഇവിടെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യവും അതുതന്നെയാണ്. ഇപ്പോൾ അധികൃതർക്ക് പോലും അറിയാൻ സാധിക്കുന്നില്ല ഇതിനകത്ത് ആളുകൾ ഉണ്ടോ എന്നുള്ളത്. കാരണം അവിടെ അടച്ചുപൂട്ടിയിരുന്നത് ശുചിമുറികൾ മാത്രമാണ്. ആ കെട്ടിടത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ കുറച്ചു മുമ്പ് ആ ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. തൊട്ട് മുകളിലത്തെ നിലയിലുള്ള ശുചിമുറി അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, അവിടെ ആളുകൾ കയറുന്നുണ്ടായിരുന്നു. അവിടെ കയറിയ സ്ത്രീയാണോ ഇപ്പോൾ ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സംശയിക്കേണ്ടത്. ഇതിന് ഉള്ളിൽ ഇനിയും ആളുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയണം. കാരണം ആദ്യം പറഞ്ഞ അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. ഇത് ആരും ഇല്ലാതിരുന്ന ഒരു സ്ഥലമല്ല. ആളുകൾ ദിനം പ്രതി ഗുരുതര വീഴ്ചയായിട്ട് തന്നെ കാണുന്നില്ല. അല്ല, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എങ്ങനെ അത് നമുക്ക് അനുവദിക്കാൻ പറ്റും? ഇവിടെ ആ ഒരു എത്ര സമയമെടുത്തു ഇതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇവിടെയൊക്കെ സമയം 2 മണിക്കൂറാണ് താമസിച്ചത്. അതുകൊണ്ട് ഇതിങ്ങനെ പോകാൻ അനുവദിക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്ന ഓരോ പൊതുപ്രവർത്തകരും അവര് വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് വന്നത്. ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ കൺസേൺ ഉണ്ട്. ഇത് ഒഴിഞ്ഞ മുറിയാന്ന് പറഞ്ഞു. മേളില് അവിടെ ലൈറ്റ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചതെന്ന് പറഞ്ഞത്. മൂന്നാമത്തെ ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മ ഫോൺ എടുക്കുന്നില്ല എന്ന് ഞങ്ങളടുത്ത് പറഞ്ഞത്. എന്താ സാഹചര്യം എന്നറിയില്ല നമുക്ക്. പക്ഷേ വളരെ ത്വരിതഗതിയിൽ ഇതേപോലത്തെ സാഹചര്യമുണ്ട്. റെസ്ക്യൂ നടക്കണം. ഇവിടെ വൈകി എന്നുള്ളത് പ്രശ്നമാണ്. പക്ഷേ ഇനിയും നടക്കട്ടെ. ആരെങ്കിലും ഇനി ഉണ്ടോ എന്നറിയില്ല. എങ്കിലും ശ്രമം നടക്കട്ടെ. ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ സഹകരിച്ചാണ് നിൽക്കുന്നത്. അശ്വതി, അതാണ്, അതായത് നേരത്തെ ഇവരൊക്കെ എത്തിയ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു ഗുരുതരമായ വിഷയം അതാണ്. രക്ഷാപ്രവർത്തനം വൈകുന്നു എന്നുള്ളതാണ്. അത് പല ഉദ്യോഗസ്ഥരോടും പറയാൻ ശ്രമിക്കുമ്പോൾ പലതരത്തിലുള്ള തർക്കങ്ങളും ആദ്യ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത് പെട്ടെന്ന് പൊളിച്ചു നീക്കിയാൽ ബാക്കി ഭാഗം ഇടിഞ്ഞു നീഴുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള പല പരിമിതികളും കാര്യങ്ങളുമാണ് പറഞ്ഞത്. നമുക്കിവിടെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിഞ്ഞൊരു പരിമിതി ഇതിനുള്ളിലേക്ക് ഇത് മണ്ണുമാന്തി യന്ത്രം അടക്കമുള്ളവ എത്തുന്നതിനുള്ള പരിമിതിയാണ്. ആ പരിമിതിയാണ് ഇവിടെ ഒരു വലിയ വെല്ലുവിളിയായി നിന്നിരുന്നത്. ആ പരിമിതി മൂലം ഇത് രക്ഷാപ്രവർത്തനം ഫലത്തിൽ എന്തായാലും വൈകുന്ന നിലയുണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് കാര്യങ്ങളിലേക്ക് പ്രധാനമായും കണ്ണു തുറക്കേണ്ട ഒരു സംഭവമാണ്. ഇത്തരം ഒരു അപകട സ്ഥലത്ത് നിന്ന് വളരെ വേഗത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുക എളുപ്പമല്ല എന്നുള്ളതാണ് ഫലത്തിൽ ഈ ആശുപത്രിയുടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇത് വളരെ വേഗത്തിൽ നീക്കാനും കഴിയുന്നില്ല. ഒന്ന്, ഈ യന്ത്രം വരാൻ തന്നെ വൈകി, അത് എത്താവുന്ന സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനുള്ളിൽ ഈ ബാക്കി കെട്ടിട ഭാഗം ഏത് സമയത്തും ഇടിഞ്ഞു വീഴാൻ കഴിയുന്ന തരത്തിലുള്ള നിലയിലാണ് ഈ കെട്ടിട ഭാഗമുള്ളത്. അതും വലിയൊരു പ്രശ്നമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇതൊക്കെ ഇവിടെ വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന സമയത്താണ്. അതായത് ഒരു ആശുപത്രി കെട്ടിടമാണ്. പല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സർജറി വാർഡാണ്. പലതരത്തിലുള്ള സർജറികളൊക്കെ കഴിഞ്ഞ് മനുഷ്യൻ കഴിയേണ്ട ഒരു സ്ഥലത്താണ് ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രത്തിലുണ്ടായ ദുരന്തം എന്നുള്ളതാണ് ഫലത്തിൽ ഇതിനെ ചേർത്ത് വായിക്കേണ്ടത്. എന്തായാലും അതിദാരുണമായ സംഭവമായി കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ അപകടം മാറുകയാണ്. ഒരാൾ ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അതല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ ജീവന് തന്നെ വെല്ലുവിളിയാകുന്ന നിലയിലാണ് ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത്. എന്തായാലും അതിനുവേണ്ടി അവരെ ആശുപത്രിയിലേക്ക് തുടർ പരിശോധനകൾക്കായി കൊണ്ടുപോയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ ശരീരം ആണ് കണ്ടെത്തിയത്. അവരുടെ ശരീരഭാഗങ്ങളൊക്കെ അവരോ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കെട്ടിടം ഇടിഞ്ഞു വീണ് വലിയ അപകടമുണ്ടായത്. ഇപ്പോൾ ഒരു സ്ത്രീയെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതരമായ പരിക്കുകളോടെയാണ് അവരെ പുറത്തെത്തിച്ചതെന്നാണ് ജി ശ്രീജിത്ത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ശ്രീജിത്ത് തുടരാം, അവരുടെ വിവരങ്ങൾ ലഭ്യമാണോ? നേരത്തെ കാണാതായ ആളുടെ പേരാണ് ബിന്ദു എന്നത്. 52 വയസ്സാണുള്ളത്. അവരുടെ തന്നെയാണോ ശരീരം ഇവിടെ കണ്ടെടുത്തത് എന്നത് വ്യക്തമല്ല. അത്
അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. അവരുടെ മകളും മറ്റും ഈ മെഡിക്കൽ കോളേജിൽ തന്നെയുണ്ട്. നമുക്ക് അത് കാഷ്വാലിറ്റി വിഭാഗത്തിലാണ്, അത് വേറൊരു ഭാഗത്താണുള്ളത്. നമുക്ക് അവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. മറ്റാരെങ്കിലും ഈ കെട്ടിടത്തിലുണ്ടോ എന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഇതിൻ്റെ ഒരു ഭാഗം മാത്രം മാറ്റിയപ്പോഴാണ് ഒരാളെ ഇങ്ങനെ അതീവ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയത്. ബാക്കി ഭാഗത്തെ കല്ലും മണ്ണും ഒക്കെ കട്ടകളും ഒക്കെ മാറ്റി, കോൺക്രീറ്റ് പാളികളും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അത് നേരത്തെ വളരെ പേടിപ്പിക്കുന്നതാണ്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ വളരെ വേഗത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാം. വളരെ 3 JCB അവിടെ ഉണ്ട് എങ്കിലും അത് വളരെ താമസിച്ചാണ് എത്തിയത് എന്ന നിലയിൽ നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ തന്നെ അവിടെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു, ആ കാഴ്ചയിൽ നിന്ന് വ്യക്തമാകുന്നു, ഇനിയും ഏറെ സമയമെടുക്കും അത് മുഴുവൻ മാറ്റി പരിശോധിക്കണമെങ്കിൽ. അവിടെ എത്ര പേരുണ്ട്, അവിടെ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ആർക്കും വ്യക്തമായ വിവരമില്ല എന്നുള്ളതാണ്. ആ സമയം ഇത് മുഴുവൻ മാറ്റി പരിശോധിക്കുന്നത് വരെ ആ ആശങ്ക നിലനിൽക്കും എന്നുള്ളതുമുണ്ട്, അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും അശ്വതി, നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ കാത്തു നിൽക്കുന്നതും നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നതും ഇതിനുള്ളിൽ ആളുകൾ ഇനി പെട്ടിട്ടില്ല എന്നുള്ള ഒരു വാർത്തക്കായാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഫലത്തിലുള്ളത്. ആശങ്ക ഒഴിയണം, അതിനുവേണ്ടിയുള്ളതാണ്. കാരണം ഇതിനുള്ളിലുള്ള കൂട്ടിരിപ്പാറ് ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വലിയ ഒരുപാട് സ്ഥലമുള്ളതാണ്. ഏതെങ്കിലുമൊക്കെ ബൈസ്റ്റാൻഡേഴ്സിനെ നേരത്തെ കാണാനില്ല എന്ന് പറഞ്ഞാൽ പോലും അവരൊക്കെ പുറത്തു പോവുകയോ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയാലും പെട്ടെന്ന് അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഈ മെഡിക്കൽ കോളേജിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പോയവരാണെങ്കിൽ പോലും അങ്ങനെ അവരുടെയൊന്നും പേരുകളിൽ ഒരു ആശങ്ക വേണ്ട എന്ന് കരുതിയാണ് അത്തരം വിവരങ്ങൾ പങ്കുവെക്കാത്തത്. എന്തായാലും നിലവിൽ അത്തരം ആശങ്കകൾ അവസാനിക്കാൻ അത് ഇവിടെ തന്നെയാണ്. ഈ മണ്ണ് മാറ്റലും ഈ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുന്നതിലൂടെയാണ് അക്കാര്യത്തിൽ അന്തിമമായ വ്യക്തത വരിക എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും നിലവിൽ ഒരാളാണ് ഇതിനുള്ളിൽ പെട്ടിരിക്കുന്നത്, ഒരു സ്ത്രീയാണ്. അതായത് നേരത്തെ പെട്ടവർക്ക് ആരോഗ്യനില ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. നിലവിൽ ഒരാളെ മാറ്റിയിട്ടുണ്ട്. അമൽ പ്രദീപ് എന്ന ആളാണ് ഒരു കുട്ടി. ആ കുട്ടിയുടെ കാര്യങ്ങൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ചിരുന്നു. 6 വാർഡുകളിലെ രോഗികളെ പുതുതായി നിർമ്മിച്ച സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനൊരു അപകടമെങ്കിലും അങ്ങനെ വളരെ ത്വരിതഗതിയിൽ സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങളെയൊക്കെ കണ്ണു തുറപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ പലപ്പോഴും സംവിധാനങ്ങളുടെ ഒരു മെല്ലപ്പോക്കുകളാണ് പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളെ എപ്പോഴും വലിയ ചോദ്യചിഹ്നമാക്കി, വലിയ സംശയത്തിന് നിഴലാക്കി നിർത്തുന്നത് പലപ്പോഴും അതാണ്. എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ഒരു 100,000 നൂലാമാലകൾ എന്നുള്ളതാണ് വലിയ വെല്ലുവിളിയായി സർക്കാർ സംവിധാനങ്ങളിൽ നിലനിൽക്കാറുള്ളത്. ഫലത്തിൽ എന്തായാലും ഇവിടെയും ഇത് ഏതാണ്ട് ഇത് മാറ്റാൻ നിർദ്ദേശം നൽകിയ ഒരു വാർഡാണ് എന്നാണ് നേരത്തെ സൂപ്രണ്ടും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയൊക്കെ വിശദീകരിച്ചത്. പക്ഷേ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും